ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ട്രിപ്പാണ്. നമ്മൾ സിൽവർ സ്റ്റോമിലേക്കാണ് പോകുന്നത്. ഞങ്ങൾ ഇവിടുന്ന് 5 മണി ആയപ്പോൾ ഇറങ്ങി. അവിടെ ചെന്നപ്പം 11:30 ആയി. അതിൻ്റെ യാത്രയാണ് ഇപ്പോൾ കാണുന്നത്. അപ്പം നമ്മൾ പോകുന്നത് സിൽവർ സ്റ്റോമിലേക്കല്ല. നമ്മൾ ആദ്യം പോകുന്നത് ആതിരപ്പള്ളി വാട്ടർഫാൾസിലേക്കാണ്. അപ്പം നമ്മൾ ഫോറസ്റ്റിൽ കൂടെയൊക്കെയാണ് പോയത്. അവിടെ കൂടുതലും പ്ലാന്റേഷൻസ് ഒക്കെ ആയിരുന്നു. അപ്പം നമ്മൾ അങ്ങോട്ട് കയറാൻ വേണ്ടി പാസ് ഒക്കെ എടുക്കേണ്ടി വന്നു. അപ്പൊ പാസ് എടുത്ത് അങ്ങോട്ടേക്ക് അവിടെ കൂടുതലും പശുക്കളായിരുന്നു. അവിടെ കൂടുതലുമുള്ള മരങ്ങളായിരുന്നു. ഇവിടെ കാണുന്ന ഒരു പനയുടെ കൂട്ടത്തിൽ ഒരു മരവും പിന്നെ കുറെ റബ്ബർ ആയിരുന്നു. കൂടുതലും പ്ലാന്റേഷൻസ് ഒക്കെ ആയിരുന്നു അവിടെ. അപ്പം നമ്മൾ സിൽവർ സ്റ്റോം എത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആദ്യം പോകുന്നത് ആതിരപ്പള്ളി വാട്ടർഫാൾസിലേക്കാണ്. അപ്പം നമ്മളിപ്പോൾ പോകുന്നത് ആതിരപ്പള്ളി വാട്ടർഫാൾസിലേക്കാണ്. നല്ല വ്യൂ കിട്ടുന്നത് താഴെ ഇറങ്ങുമ്പോഴാണ്. നമ്മൾ ആദ്യം പോയത് മുകളിലത്തെ ഭാഗത്തേക്കായിരുന്നു. പിന്നെ നമ്മൾ താഴേക്കേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഈ ഒരു കട്ടിങ്സ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇത് പോകുന്ന വഴിയാണ് കേട്ടോ. ഇത് സിൽവർ സ്റ്റോമിൽ എൻട്രി ആയി കഴിഞ്ഞതിന് ശേഷമുള്ളതാണ്. ഇതായിരുന്നു ഇതിന്റെ ഉൾഭാഗം. വന്നിട്ട് ഒരു ഫെയറി പാലസ് ഒക്കെ പോലെ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇത് നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ ഗോസ്റ്റിന്റെ ഒരു ഇതിലേക്കാ പോയത്, ഒരു ഇല്യൂഷൻ പോലത്തെ ഒരു സംഭവത്തിലേക്ക്. സത്യം പറഞ്ഞാൽ ഇതിനകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പേടിച്ചു പോകും. കാരണം ഇതിനകത്ത് ഭയങ്കര പേടിപ്പെടുത്തുന്ന സംഭവങ്ങൾ മാത്രമായിരുന്നു ഉള്ളത്. ഈ കണ്ടു, ഗോസ്റ്റിന്റെ ഒരു സെറ്റപ്പ് ഇതിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതൊക്കെയായിരുന്നു ഇതിന്റെ ഉൾഭാഗം. വന്നിട്ട് ഒരുപാട് ഡെഡ് ബോഡീസ് പോലെ ചെയ്തു വെച്ചിരിക്കുന്നതും പിന്നെ പേടിപ്പിക്കുന്നതും ഒക്കെ ആയിട്ടുള്ളത്, ഇതുപോലെ പേടിപ്പിക്കുന്നതൊക്കെ ആയിട്ടുള്ള സംഭവങ്ങൾ ഇതിന്മേല് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഇല്യൂഷൻ മിറർ കാണാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിൽ കൂടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നമ്മളെ കാണാൻ പറ്റും ഇതില്. ഇനി വേറൊരു ഇല്യൂഷൻ മിററാണ് ഇനി അടുത്തത്. ഇത് നമ്മൾ തപ്പി കണ്ടുപിടിച്ച് പോകണം. എങ്ങോട്ടേക്കാണ് വഴിയെന്ന് അറിയത്തില്ലെങ്കിലും ഇതെല്ലാം തപ്പി കണ്ടുപിടിച്ചത് നമ്മൾ ഉള്ളിലേക്ക് കിടക്കണം. അതാണ് ആ ഗോസ്റ്റിനെ കണ്ടിട്ട് നമ്മളൊന്ന് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ റൈഡുകളും ഒക്കെ നമുക്കൊന്ന് പരിചയപ്പെടുകയൊക്കെ ചെയ്യാട്ടോ. അതിൽ കയറി കളിക്കുകയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതൊരു ബോട്ടിംഗ് ടൈപ്പ് ആയിരുന്നു. ഇതുപോലെ നമ്മൾ ഇങ്ങനെ റൈഡ് ചെയ്ത് പോകാൻ പറ്റുന്ന ടൈപ്പ് ബോട്ടിങ്. അപ്പുറത്തത് ഇതുപോലെ കാറ് ഒക്കെ നമുക്ക് അതിൽ തന്നെ റൈഡ് ചെയ്യാൻ പറ്റുന്നൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കയറിയിട്ടുണ്ട്. ഇതുപോലെ നല്ല ആരോഗ്യമൊക്കെ വേണം ഇതാക്കാൻ വേണ്ടിയിട്ട്, റൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ലപോലെ നമ്മൾ സൈക്കിൾ ഓട്ടുന്ന പോലെ ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുക്കണം. അങ്ങനെയാണ് ഇതിൻ്റെ സംഭവം. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു. പിന്നെ മറ്റുള്ളവരുടെ ബോട്ടിൽ അവിടെ കുറെ പേര് ബോട്ടിങ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അവരുടെ ബോട്ടിലൊക്കെ ഒന്നും പിടിക്കുമെങ്കിലും പക്ഷെ അതൊന്നും നമുക്ക് കുഴപ്പമൊന്നുമില്ല. അത് തന്നെ ഈസിന് മൂവ് ആയിക്കോളും. അതിൻ്റെ ഉള്ളിൽ തന്നെ അതുപോലെ തന്നെ കുറച്ച് വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. അതാണ് ഇങ്ങനെ കിടക്കണത്. അത് കഴിഞ്ഞ് നമ്മൾ പോയത് ജയന്റ് വീൽ പോലത്തെ ഒരു സംഭവത്തിലേക്കാണ്. ജയന്റ് വീലല്ല, ജയന്റ് വീലാകുമ്പോൾ നമുക്ക് ഓപ്പൺ ആയിട്ടുള്ള സ്പേസിൽ അവിടെ ഇരിക്കാൻ പറ്റും. പിന്നെ സ്പീഡ് കൂടുതലായിരിക്കും. പക്ഷെ ഇതിൽ സ്പീഡൊന്നും കൂടുതലല്ല. നമുക്ക് സെക്യൂർ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പാണ്. ഒരു റൗണ്ട് ഷേപ്പിലെ സംഭവത്തിൽ നമുക്ക് ഇരിക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു സംഭവമാണ്. ഭയങ്കര സ്പീഡൊന്നും ഇല്ല, ചെറിയൊരു സ്പീഡ് മാത്രമേ ഉള്ളൂ. ആദ്യം കുറച്ച് ഇതുണ്ടാവുമെങ്കിലും പിന്നീട് പിന്നെ ശരിയായിക്കോളും. ഒരു 1.5 മിനിറ്റ് 2 മിനിറ്റോളം 1 മിനിറ്റോളം ഒക്കെ അത്യാവശ്യം ഇത് നമുക്കിതിനകത്ത് ഇരിക്കാൻ പറ്റും കേട്ടോ. ഇതുപോലെ ഒരു ചെറിയ കമ്പി കൂടെ പോകുന്നൊരു സാധനമാണ്. ഒരു വണ്ടിയൊക്കെ പോലെ. അതിൻ്റെ മേലെ നമ്മൾ കയറിയിരുന്നതിനകത്ത് 2 പേരെന്തോ ആയിരുന്നു തോന്നുന്നു. 2 പേര് 4 പേരോ അങ്ങനെ കണ്ടായിരുന്നു അതിനകത്ത് കയറിക്കാൻ പറ്റുന്നത്. ഇവിടെ ഇരുന്നാലും നമുക്ക് മോളിൽ കൂടെ നിന്നുകൊണ്ട് ബാക്കിയെല്ലാം കാണാൻ പറ്റുന്നൊരു പരുവത്തിൽ നമുക്ക് ഇതെല്ലാം കാണാൻ പറ്റും കേട്ടോ. ഇതെല്ലാം സ്ലോയിലാണ് പോകുന്നത്. പക്ഷെ എല്ലാം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇത് സ്വന്തമായിട്ട് റോക്കറ്റ് ഓടിക്കാൻ പറ്റുന്ന പോലെ ഓടിക്കാൻ പറ്റുന്ന സംഭവമാണ്. അതിൽ സ്വിച്ച് ഉണ്ട്, 2 സ്വിച്ച്. അതിൽ അപ്പ് ആൻഡ് ഡൗൺ എന്ന് പറഞ്ഞ സ്വിച്ചാണ്. പൊക്കാനും താക്കാനും നമുക്ക് സ്വന്തമായിട്ട് പറ്റുന്നൊരു സ്വിച്ച്. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് പൊക്കുകയും താക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇതിനകത്ത് സ്വന്തമായിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു പരുവത്തിൽ ചെയ്ത് വെച്ചിരിക്കുന്നതാണെന്ന് തോന്നുന്നു. എന്തായാലും അത് നല്ല രസമുണ്ട്. പൊക്കുമ്പോഴായാലും താക്കുമ്പോഴായാലും ഒക്കെ നല്ല രസമുണ്ട് അത്.
പിന്നെ ഇത് ഡ്രാഗൺ പോലത്തെ ഒരു സംഭവത്തിൽ കൂടി പോയതാണ്. ഇതെല്ലാം സ്ലോയിൽ തന്നെയാ പോകുന്നത്, ഒന്നിനും അത്ര സ്പീഡൊന്നും ഇല്ല കേട്ടോ. പിന്നീട് ഈ കാറും കൂടെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആദ്യം പോയപ്പോൾ നല്ല തിരക്ക് ആയിരുന്നു. പിന്നീട് നമ്മൾ തിരക്കൊക്കെ മാറിയപ്പോൾ പോയി. അപ്പം നല്ല കയറാൻ പറ്റി കേട്ടോ. ഇത് ഓടിച്ചപ്പോഴും നല്ല രസമുണ്ടായിരുന്നു. ഇത് പിന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓടിക്കാനൊക്കെ പറ്റുന്നോണ്ട് നല്ല ഇതുണ്ടായിരുന്നു ഇത് ഓടിക്കാൻ. പിന്നീട് വേവ് പൂളിൽ പോയിട്ടുണ്ടായിരുന്നു. ഇതാണ് വേവ് പൂള്. ഇതൊരു ടൈം ആവുമ്പോഴത്തേക്കും വേവ് ഒക്കെ വരും, അതാണ് ഇതിന്റെ പ്രത്യേകത. ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സമയം പോകുന്നതേ അറിയത്തതേ ഇല്ല, അത്ര അടിപൊളിയാണ് കേട്ടോ ഇത്. പിന്നീട് ഇത് വാട്ടർ സ്ലൈഡിലായിരുന്നു. ഇത് 3 സ്ലൈഡായിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് കൂടി ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ പൂളിലേക്ക് ചാടാട്ടോ. ഇതൊക്കെയായിരുന്നു അവിടെ പോയതിൻ്റെ എല്ലാ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. ഇതിൽ കൂടുതൽ കട്ടിങ്സ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും അത് കഴിഞ്ഞ് നമ്മൾ പിന്നീട് തിരിച്ച് വീട്ടിൽ വന്നു കേട്ടോ. ഇന്നത്തെ ഈ ഒരു യാത്രാവിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടാതെ ലൈക്കും ഷെയറും കൂടി ഒന്ന് ചെയ്തേക്ക്. ബായ്.